ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോസ് ഫുഡ് ആൻഡ് ട്രാവൽ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദഹി ബംഗൻ. പേര് കേൾക്കുന്ന പോലെയല്ല, ഒരു ഒഡീഷ ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം. ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കിയ വഴുതനങ്ങ നമുക്ക് അതിൻ്റെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. അതിൻ്റെ മുൻഭാഗവും പിൻഭാഗവും എൻ്റെ ആവശ്യമില്ല. ബാക്കി നടുഭാഗമാണ് കൂടുതൽ. അത് ചെറിയതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് എടുക്കാം. പിന്നെ വഴുതനങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ പുഴു ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. നമ്മുടെ 2-3 വഴുതനങ്ങ അതെല്ലാം റൗണ്ടായിട്ട് മുറിച്ച് വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറക്കാനുള്ള മസാലക്കൂട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുകൂടാതെ ചെറിയ ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാലക്കൂട്ട് ഒന്ന് ശരിയാക്കി എടുക്കാം. അത് അതിൻ്റെ അടുത്ത് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഈ മസാല ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്താണ് മുക്കി നമ്മൾ വഴുതനങ്ങ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഈ വഴുതനങ്ങ നമുക്കിനി ഇതിനകത്ത് വെച്ച് ഈ പാത്രത്തിലിട്ട് ആ വഴുതനങ്ങയ്ക്കകത്ത് ഈ മസാലക്കൂട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഒരു പാത്രത്തിൽ പറ്റുന്ന രീതിയിൽ വഴുതനങ്ങയിട്ട് നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ മുറിച്ച എല്ലാ വഴുതനങ്ങയും നമ്മൾ ഇതുപോലെ തന്നെ അതിനകത്ത് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കാം. ഇനി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നല്ല രീതിയിൽ മസാല പിടിച്ച് ഇരിക്കും. നമുക്ക് എണ്ണ താളിക്കാനുള്ള ഐറ്റംസ് നോക്കാം. ഒരു ടീസ്പൂൺ കടുക്, ഒരു 4-5 ചുവന്നുള്ളി, വറ്റൽമുളക്, ഇതെല്ലാം വെച്ചാണ് നമുക്ക് കടുക് താളിക്കാനുള്ളത്. നമുക്കിനി ഒരു തവയെ ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ അത് നമുക്ക് ഓരോന്നായിട്ട് ഈ തവയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ ഈ ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന വഴുതനങ്ങ നമുക്ക് എല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച് വറുത്തെടുക്കാം. ഒരു പാൻ നമ്മുടെ തവ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക, ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പം കരിയാതെ വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇട്ട് 2 ഘട്ടമായിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ആദ്യ ഘട്ടം ഇട്ടു, അപ്പോൾ അത് നല്ല രീതിയിൽ വറന്ന ശേഷം അതിൻ്റെ തിരിച്ചിട്ട് വേവിച്ചെടുക്കുക. വഴുതനങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നത് നല്ല സ്മെൽ, നല്ല വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. വഴുതനങ്ങ വറുത്തെടുക്കുന്ന മസാലയുടെയൊക്കെ നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ വഴുതനങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത വഴുതനങ്ങ നമുക്ക് ഇടാം. അടുത്ത വഴുതനങ്ങ ഇടാൻ പാടത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വഴുതനങ്ങ ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രം ചൂടായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വഴുതനങ്ങയാവും. സമയം പെട്ടെന്ന് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വഴുതനങ്ങ പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കാം. ഏകദേശം ഒരു സൈഡ് മുറിയുമ്പോൾ മറിച്ചിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. നമ്മൾ രണ്ടാമത്തെ വഴുതനങ്ങയും ഇപ്പോൾ നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് ഇതെടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കടുക് താളിക്കാം. അതിൻ്റെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ നമ്മൾ കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് ഒന്നതിൻ്റെ നിറം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നിറം മാറിയ ശേഷം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്ന ചുവന്നുള്ളി അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അതിൻ്റെ കളർ മാറണം, നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഇടാം. പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കാം. അതിൻ്റെ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. അവസാനമായി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക്
ഉപ്പിട്ട തൈര്, നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു 1/4 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണയോട് ഉൾപ്പെടെയുള്ള ചുവന്നുള്ളിയും ആ മിക്സ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നല്ല റെഡ് കളറിലും ചുവന്നുള്ളി വറുത്തതും അതുപോലെ നല്ല മുളകും കിടക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലുമാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പലഹാരങ്ങളുടെ കൂട്ടാൻ പറ്റും. നല്ലൊരു ഡിഷാണത്. വീട്ടിൽ അധികം നമുക്ക് ചേരുവയില്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണിത്. അപ്പോൾ സാധിക്കുന്നവർ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.